See, നിങ്ങൾക്ക് ബാക്ക് ഫുട്ട് ഷോട്ട്സ് എല്ലാം കളിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് എവിടെയായിരിക്കണം? ബാക്ക് ഫുട്ടിലായിരിക്കണം. സോ ക്വിക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മിസ്റ്റേക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ യുവർ ബാക്ക് ലെഗ് ഈസ് ഓൾവേസ് മൂവിങ്. കട്ട് ഇസ് എ ഹൊറിസോണ്ടൽ ഷോട്ട് ആൻഡ് നമുക്ക് കട്ട് ഷോട്ടിൽ നിന്നുള്ള നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടാണ് കട്ട് ഷോട്ട്. ആക്ച്വലി ഒരു ചെറിയൊരു വിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് അതിനെ പണിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് ഷോട്ടാണ് കട്ട് ഷോട്ട്. ബട്ട് കട്ട് ഷോട്ട് ബേസിക്കലി എവിടെ അടിക്കണം, എങ്ങനെ അടിക്കണം എന്നൊരു ഐഡിയ നമ്മുടെ കുറവ് കുട്ടികൾക്കുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പോവാം. ബേസിക്കലി നിങ്ങളുടെ ബാക്ക് ഫുട്ട് മൂവ്മെൻറ്റ്, അതാണ് ഇനീഷ്യൽ എല്ലാവരും ചെയ്യുന്നൊരു ബാക്ക് ഫുട്ട് മൂവ്മെൻറ്റിൻ്റെ ഒരു മിസ്റ്റേക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ യുവർ ബാക്ക് ലെഗ് ഈസ് ഓൾവേസ് മൂവിങ്. ബേസിക് മിസ്റ്റേക്സ് ഇതാണ്. കട്ട് ഷോട്ട് എപ്പോഴും പോകുന്നത് കൊണ്ട് ബാക്ക് ആൻഡ് അക്രോസ് ആണ്. നമുക്ക് സ്ലൈറ്റ്ലി ബാക്ക് പോയാൽ മതി, സ്ലൈറ്റ്ലി ബാക്ക് ദെൻ അക്രോസ്. ബേസിക്കലി നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണ്? ക്രോസ് ആയിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ ക്രോസ് ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് അടിക്കേണ്ട ഏരിയയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കട്ട് അടിക്കേണ്ടത് എപ്പോഴും നമുക്ക് ഫ്രണ്ട് ഓഫ് ദ വിക്കറ്റിലാണ് അടിക്കേണ്ടത്. സി ഇൻ ബിറ്റ്വീൻ പോയിന്റ് ആൻഡ് കവർ പോയിന്റ്, ദാറ്റ് ഇസ് എക്സാക്ട് പൊസിഷൻ ഫോർ കട്ട് ഷോട്ട്. ബട്ട് നമുക്കത് ലേറ്റ് കട്ട് ആണെങ്കിൽ പോലും നമുക്ക് സ്ലൈറ്റ്ലി ബാക്കിലേക്ക് അടിക്കാം. പക്ഷേ അതെല്ലാം ഒരു വിക്കറ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫീൽഡ് പൊസിഷൻസിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ബട്ട് ബേസിക് ടെക്നിക്സ് ഇസ് എപ്പോഴും നിങ്ങൾ അടിക്കുമ്പോൾ കട്ട് ഷോട്ട് അടിക്കാൻ നേരത്ത് ബാക്ക് ഫുട്ടാണ് എപ്പോഴും ബാക്ക് ഫുട്ട് മൂവ് ചെയ്യേണ്ടത്. സ്ലൈറ്റ്ലി നോട്ട് ടു മച്ച്, സ്ലൈറ്റ്ലി ബാക്ക് ആൻഡ് ദെൻ ക്രോസ്. ദെൻ നിങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ഈ പോയിന്റ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കട്ട് ഷോട്ട്സ്. സോ യു ഹാവ് ടു ഗോ ലൈക്ക് ദിസ് ഫ്രം ടോപ്പ്, ബാറ്റ് കമ്മിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം. വെരി ഇമ്പോർട്ടൻറ്റ് ദ ഇമ്പാക്ട് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫുള്ള് എക്സ്റ്റൻഷനിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ ഫോളോ ത്രൂ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സി എല്ലാ കുട്ടികളും എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഫുട്ട് നേരെ ഓഫ് സ്റ്റമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് കട്ട് ഫ്രണ്ടിലേക്ക് അടിക്കാൻ നോക്കും. സോ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് പവർ അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4 അടിക്കേണ്ട പല റൺസുകളും നമുക്ക് കിട്ടുന്നത് മേ ബി 1 ആയിരിക്കാം, മേ ബി 2 ആയിരിക്കാം, മേ ബി ഡോട്ട് ബോൾ ആകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ക്രോസ് മൂവ് ചെയ്യുക, ഷോൾഡർ അലൈൻ ചെയ്യുക, അടിക്കുക. Shot. Next thing is in cut shot, you have to very important thing is the weight transfer. See, നിങ്ങൾക്ക് ബാക്ക് ഫുട്ട് ഷോട്ട്സ് എല്ലാം കളിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് എവിടെയായിരിക്കണം? ബാക്ക് ഫുട്ടിലായിരിക്കണം. സോ ക്വിക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് ബാക്ക് ഫുട്ടിലേക്കുള്ള നമ്മുടെ വെയിറ്റ് ട്രാൻസ്ഫർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ, എല്ലാ കുട്ടികളിൽ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് വെച്ചാൽ 2 കാലിലും വെയിറ്റ് കൊടുത്ത് വെക്കും. നോ, നിങ്ങൾ ഫ്രണ്ട് ലെഗിൻ്റെ ഹീൽ എപ്പോഴും എന്ത് ചെയ്യണം? റേസ് ചെയ്യണം. കംപ്ലീറ്റ് വെയിറ്റ് ട്രാൻസ്ഫർ ആയിരിക്കണം, ബാക്ക് ഫുട്ടിലായിരിക്കണം. ദെൻ ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴത്തേക്ക് അടിക്കുക. മുകളിൽ നിന്ന് താഴത്തേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും ബാറ്റിങ്ങിൽ. ആ ഷോട്ടിന് പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇമ്പാക്ട് എപ്പോഴും കണ്ട് താഴെ വെച്ചിട്ട് ഇമ്പാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഫോളോ ത്രൂ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഹാവ് ടു ഫോളോ ത്രൂ. ഓക്കെ.